നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിനെ കർത്താവ് ദീർഘമാക്കി നൽകി നമുക്ക് പിന്നെയും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കർത്താവ് ഏത് വിധത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അവരുടെ അടുക്കിലേക്ക് സന്തോഷത്തോടെ കടന്നു വരുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇതാ പൗലോസിനെ കർത്താവ് തൻ്റെ പ്രധാന ശിഷ്യനായി കണ്ടു. പൗലോസിനെ വിളിച്ച് വേർതിരിച്ചു. പൗലോസിന് ഒരു ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ശുശ്രൂഷയായിരുന്നു. രാജ്യങ്ങളിലും പ്രവിശ്യകളിലും കടന്നുപോയി കർത്താവിനെ ഉയർത്തുക എന്നുള്ള ശരിക്കും ഒരു പരസ്യയോഗങ്ങൾ നടത്തി ജനങ്ങളെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതായിരുന്നു പൗലോസിൽ കൂടി കർത്താവ് കണ്ടതായ പ്രത്യേകമായ പദ്ധതി. ഇതാ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നാം അങ്ങനെ ഒരു വലിയ സംഭവം കാണുന്നുണ്ട്. പൗലോസിനെയും ശീലാസിനെയും തിമോത്തിയോസിനെയും ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് കർത്താവ് അയക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുവാൻ, അതായത് ഗ്രീസിലേക്ക് ചെന്ന് അവിടെയുള്ള ഫിലിപ്പി എന്ന പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുവാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ കർത്താവ് അവരെ ഭരമേൽപ്പിച്ചത്. യഹൂദന്മാരുടെ പ്രത്യേകത ശബ്ബത്ത് നാൾ അവർ ദൈവത്തെ ആരാധിക്കുവാൻ പൂർണ്ണമായിട്ടും വേർതിരിക്കുന്ന ദിവസമാണ്. വേർപെട്ട ദൈവമക്കൾ കർത്താവിൻ്റെ ഉയർപ്പ് ദിവസമായ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നു. ഇതാ പൗലോസ് ശബ്ബത്ത് നാൾ ഫിലിപ്പിയ പട്ടണത്തിൽ എവിടെയെങ്കിലും ആരാധനയ്ക്ക് സ്ഥലമുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അന്വേഷിച്ചിട്ട് ഒരിടവും കണ്ടുകിട്ടിയില്ല. അങ്ങനെ അവർ അവിടെയുള്ള നദിക്കരയിലേക്ക് ചെന്നു. നദിക്കരയിലേക്ക് ചെന്നപ്പോൾ ഇതാ അവിടെ ചില സ്ത്രീകൾ അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും അവർ അവിടെ വ്യാപൃതരായിരുന്നു. പൗലോസും ശീലാസും അവരോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാനിടയായിത്തീർന്നു. അതായത് യൂറോപ്പിലെ ആദ്യത്തെ പരസ്യയോഗം നടത്തപ്പെട്ടത് ഈ നദിക്കരയിലാണ്. ആ പരസ്യയോഗത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ പ്രധാനിയായിരുന്നു ലുദിയ. ഈ ദൈവവചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. ലുദിയ കർത്താവിൻ്റെ വചനം സ്വീകരിച്ചു. ശിഷ്യന്മാരെ പൗലോസിനെയും ശീലാസിനെയും അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പൗലോസും ശീലാസും ലുദിയയുടെ വീട്ടിൽ പോയി. യൂറോപ്പിലെ ആദ്യത്തെ സഭ സ്ഥാപിക്കപ്പെടുന്നത് ലുദിയയുടെ വീട്ടിലാണ്. പൗലോസും കൂട്ടരും അവിടെ അന്ന് കർത്താവ് നിയോഗിച്ച് എത്തിയില്ലായിരുന്നുവെങ്കിൽ യൂറോപ്പിൽ അങ്ങനെ ഒരു സഭ സ്ഥാപിക്കപ്പെടുമായിരുന്നില്ല. യൂറോപ്പിലെ ആദ്യത്തെ സഭ
ലുദിയയുടെ വീട്ടിൽ ഫിലിപ്പിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇതാ ഒരു പരസ്യയോഗ നിമിത്തം ഒരു കൂട്ടം സഹോദരിമാർ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആ സ്ഥലത്ത് ഒരു ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. സ്തോത്രം. ഏതൊക്കെ നിലയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നതെന്നതിൽ നമുക്ക് മനസ്സിലാകും. ഈ നാളുകളിൽ പരസ്യയോഗങ്ങളെ വിമർശിച്ചുകൊണ്ട് അത് നടത്തുന്ന ദൈവദാസന്മാരെ ആക്ഷേപിക്കുന്ന തരത്തിൽ പല വീഡിയോകളും വിമർശനങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ക്രൈസ്തവ സഭകളുടെ തുടക്കം എല്ലാം പരസ്യയോഗങ്ങളിൽ നിന്നാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് മനുഷ്യർ മാനസാന്തരപ്പെട്ട് കൂട്ടം കൂടി പ്രാർത്ഥിക്കാൻ വരുന്നു, അവിടെ ദൈവസഭ സ്ഥാപിക്കപ്പെടുന്നു. അല്ലാതെ വലിയ കെട്ടിടങ്ങൾ പണിത് അംഗങ്ങളെ ചേർത്ത് അങ്ങനെയൊന്നും അല്ല സഭ സ്ഥാപിക്കപ്പെട്ടത്. സ്തോത്രം. യൂറോപ്പിലെ തന്നെ ആദ്യത്തെ സഭ ഒരു പരസ്യയോഗം നടത്തിയ നിമിത്തം സ്ഥാപിക്കപ്പെട്ടതായി ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് ആരെങ്കിലും ഹൃദയം തുറന്നാൽ അത് അവർക്ക് വിടുതലും അവരുടെ കൂടെ വസിക്കുന്നവർക്ക് അനുഗ്രഹവും, ആ പ്രദേശത്ത് ദൈവത്തിൻ്റെ വചനം മുഴങ്ങി കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ഒരു ഇടവും ഒരുക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസിനൊരിക്കലും സുവിശേഷം അറിയിക്കുന്നതിന് ലജ്ജയില്ലായിരുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു. സ്തോത്രം. ഇതാ പൗലോസ് അവിടെ ആ സഹോദരിമാരെ കണ്ട് അവരോട് ദൈവത്തിൻ്റെ വചനം അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ, യേശുക്രിസ്തു പൗലോസിനെ അവിടേക്ക് അയച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെയൊരു സഭ അവിടെ സ്ഥാപിക്കപ്പെടുവാൻ സാധ്യമല്ലായിരുന്നു. കർത്താവിനറിയാം ആരെ എവിടേക്ക് അയച്ചാൽ എങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യന് നിത്യജീവൻ നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യന് സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്നതാണ്. സ്തോത്രം. ഈ ദിവസം ആരെങ്കിലും ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലുദിയയുടെ ഹൃദയം തുറന്ന കർത്താവ് നിങ്ങളുടെയും ഹൃദയം തുറക്കും. നിങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ദേശത്ത് നടക്കുവാനിടയായിത്തീരും. അതിനുവേണ്ടി പൂർണ്ണമായിട്ടും മനസ്സോടെ കർത്താവിന് നേൽപ്പിച്ചു കൊടുക്കുക. ഒരു വലിയ പ്രവൃത്തി ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് കാണുവാനിടയാകും. ഈ ചെറിയ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയായി തീർന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ ആമേൻ ഓരോ വ്യക്തികൾ മൂലവും ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.